ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരെയും ചാനൽ തുടങ്ങി വീഡിയോസും ഷോർട്സും ഒക്കെ ഇട്ട് മോണിറ്റൈസേഷൻ ആകാൻ കാത്തിരിക്കുന്ന എന്നെപ്പോലുള്ളവരെയും ഉദ്ദേശിച്ചുള്ളതാണ്. എനിക്ക് പറ്റിയ അല്ലെങ്കിൽ പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ടത്തരമാണ് ഞാൻ പറയുന്നത്. ഞാൻ ചാനലിൽ കൂടുതലും ഷോർട്സ് മാത്രം ഇട്ടു പോകുന്ന ഒരാളാണ്. ഈ അടുത്താണ് എനിക്ക് പറ്റിയ തെറ്റെനിക്ക് മനസ്സിലാവുന്നത്. യൂട്യൂബ് ഷോർട്സ് മാത്രം ഇട്ടാൽ ഒരിക്കലും നമ്മളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആകാൻ പോകുന്നില്ല. കാരണം യൂട്യൂബ് ഒരിക്കലും ഷോർട്സിൻ്റെ വാച്ച് അവർ മോണിറ്റൈസേഷന് പരിഗണിക്കില്ല. നമ്മൾ ഇടുന്ന വീഡിയോയുടെ വാച്ച് അവർ മാത്രമേ യൂട്യൂബ് കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. ഷോർട്സ് കൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ചാനൽ 10 പേര് കാണാനും അതുവഴി സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനും സഹായിക്കും. YT സ്റ്റുഡിയോ ആപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് YT സ്റ്റുഡിയോ നമ്മൾ ആപ്പ് തുറക്കുമ്പോൾ താഴെ ഒരു എന്നൊരു ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് അടുത്ത് വരുന്ന പേജിൽ താഴെ ഒരു എലിജിബിലിറ്റി കാണിക്കുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ പബ്ലിക് വാച്ച് അവർ എത്രയാണെന്ന് കാണാം. YT സ്റ്റുഡിയോയുടെ ഫസ്റ്റ് പേജിലൊരു വാച്ച് അവർ കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ ഷോർട്സും വീഡിയോസും എല്ലാം കൂടെ ചേർന്ന വാച്ച് അവറാണ്. ഈ കാര്യങ്ങളൊന്നും അറിയാത്ത കുറേ പേരുണ്ടാവും. എനിക്കിപ്പോഴാണ് ഇത് മനസ്സിലാകുന്നത്. നമ്മളൊക്കെ വെറുതെ ചാനൽ തുടങ്ങുന്നവരല്ലല്ലോ. ചാനൽ തുടങ്ങി അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഏണിങ്സ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 വീഡിയോ എങ്കിലും ഈ ഷോർട്സിൻ്റെ ഒപ്പം ഇടാൻ ശ്രദ്ധിക്കുക. ഇത് മാത്രമല്ല, ഞാൻ കുറേ മണ്ടത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. ചാനൽ തുടങ്ങുമ്പോഴല്ലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അതൊക്കെ ഓരോന്നായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.